الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. يا أيها الناس أوصيكم وإياي نفسي أولا بتقوى الله. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, സ്നേഹനിധികളായ മാതാപിതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട യുവാക്കളെ, അല്ലാഹു അനുവദിച്ച ജീവിതത്തിൽ റബ്ബ് നിശ്ചയിച്ച ആയുസ് വരെ അല്ലാഹുവിന്റെ ഭൂമിയിൽ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ അനുഭവിച്ചും ആസ്വദിച്ചും നാം ഇവിടെ ജീവിക്കണം. നന്ദിയുള്ളവരായി ജീവിക്കണമെന്നും തഖ്വയോടെ, ഈമാനോടെ, ഇഖ്ലാസോടെ ഖുർആൻ പറഞ്ഞ മുസ്ലിമീങ്ങളായി ജീവിക്കണമെന്നും എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഇന്ന് ഖുത്ബയിൽ ചർച്ച ചെയ്യുന്നത് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാന സൂറയായ 113-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഫലഖ്. ആ സൂറത്തുൽ ഫലഖുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ, അതിന്റെ വിശാലതയിലേക്ക് കടക്കണമെങ്കിൽ ഒരു 3 മാസമെങ്കിലും വേണ്ടി വരും. അത്രയ്ക്ക് വിശാലമായ ഒരു സൂറയാണ്.
ആ സൂറ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. സൂറത്തുൽ ഫലഖ് അവതരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിലാണ്. ഖുർആൻ 114 അധ്യായങ്ങൾ കാണാൻ കഴിയും. അതിൽ മക്കിയായ സൂറയുണ്ട്, മദനിയായ സൂറയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 വർഷം മക്കയിലും 13 വർഷക്കാലം മദീനയിലും ജീവിച്ചു. ആ മക്കായിലെ ജീവിതത്തിൽ അവതരിച്ച സൂറത്തുകൾക്കാണ് മക്കിയായ സൂറ എന്ന് അറിയപ്പെടുക. ചില സൂറത്തുകളിൽ ചില ആയത്തുകൾ മദീനയിൽ അവതരിച്ചിട്ടുണ്ട്. അത് തഫ്സീറിന്റെ ആദ്യം കാണും. പ്രവാചകന്റെ മദീന ജീവിതത്തിൽ അവതീർണമായ സൂറകൾക്കാണ് മദനിയായ സൂറ എന്നറിയപ്പെടുക. ഇത് ഖുർആനിന്റെ ആകത്തുകയാണ്. വിശ്വാസികളായ നാം നമ്മുടെ നിത്യജീവിതത്തിൽ നിർബന്ധ സ്വഭാവത്തോടുകൂടി പാരായണം ചെയ്യേണ്ട 4 സൂറത്തുണ്ട്. അതിലൊന്ന് ഫാത്തിഹയാണ്, 2 ഇഖ്ലാസ് ആണ്, ഖുൽ ഹുവല്ലാഹു അഹദ് ആണ്, മറ്റൊന്ന് സൂറത്തുൽ ഫലഖ് ആണ്, മറ്റൊന്ന് സൂറത്തുൻ നാസ് ആണ്. ഈ 4 സൂറകൾ മുസ്ലിമീങ്ങൾ അതിന്റെ ആശയം അനുസരിച്ചുകൊണ്ട് നിർബന്ധമായും പഠിച്ചിരിക്കണം. അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, സൂറത്തുൽ ഫലഖിനും സൂറത്തുൻ നാസിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പേരിട്ടിട്ടുണ്ട്. മുഅവ്വിദത്താനി എന്നാണ് അതിന്റെ പേര്. സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. ആ 2 സൂറത്തുകളും അഭയ പ്രാർത്ഥനയാണ്. ആ 2 സൂറകൾക്കും അല്ലാഹുവിനോട് ഒരു ദിവസം ഒരു മുഅ്മിനായ മനുഷ്യൻ അഭയം തേടേണ്ട സൂറയായിട്ടാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി നിങ്ങളുടെ പഠനത്തിലേക്കായിട്ട് ഖുർആനിൽ കുൽ എന്ന് ആരംഭിക്കുന്ന എത്ര സൂറത്തുണ്ട്? ഖുർആനിൽ കുൽ എന്ന് ആരംഭിക്കുന്ന എത്ര സൂറത്തുണ്ട്? 1 സൂറത്തുൻ നാസ്, 2 സൂറത്തുൽ ഫലഖ്, 3 സൂറത്തുൽ ഇഖ്ലാസ്, 4 സൂറത്തുൽ കാഫിറൂൻ, 5 സൂറത്തുൽ ഖലം, നൂൻ, ഖുൽ സൂറത്തുൽ ജിന്ന്. അങ്ങനെ 5 സൂറകളാണ് ഖുർആനിൽ കുൽ എന്ന് ആരംഭിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ആ സൂറയുടെ തഫ്സീറുകൾ പരിശോധിച്ചാൽ അതിന്റെ പ്രത്യേകതകളും അവിടെ കാണാൻ കഴിയും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ഫലഖിലെ 1-ാമത്തെ ആയത്ത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഖുൽ പറയുക, അഊദു ഞാൻ അഭയം തേടുന്നു, ബിറബ്ബിൽ ഫലഖ് പുലരിയുടെ രക്ഷിതാവിനോട്. ഫലഖ് എന്നതിന് സമാനമായ പദങ്ങൾ ഖുർആനിലുണ്ട്. അതുപോലെയാണ് ഫജ്ർ, ഒരേ അർത്ഥമാണ്. പ്രഭാതം, പുലരി എന്ന അർത്ഥത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലഖിനെയും ഫജ്റിനെയും പഠിപ്പിച്ചിരിക്കുന്നത്. ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം പ്രഭാത വേളയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന്റെ അഭയത്തേട്ടം, പ്രാർത്ഥന മുഴുവനും തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബിനോട് മാത്രമായിരിക്കണം എന്ന 1-ാമത്തെ സന്ദേശമാണ് ആ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്. തനിക്ക് പ്രഭാതത്തെ തന്ന, ആ പുലരിയുടെ എല്ലാ സൗഭാഗ്യങ്ങളും അനുവദിച്ച, അതേപോലെ തന്നെ ഉറക്കിൽ നിന്ന് വീണ്ടും ഉണർത്തി
തന്റെ ഒരു ദിവസത്തെ പുതിയ ജീവിതത്തിലേക്ക് അവസരം തന്ന ആ പ്രഭാതത്തിലേക്ക് ജോലി ചെയ്യാനും തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും അവസരമുണ്ടാക്കിയവൻ അല്ലാഹുവാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഒന്നാമത്തെ വചനത്തിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ ആ രൂപത്തിൽ വിശ്വാസികളെ ഉണർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ പഠിപ്പിച്ചത്. രണ്ടാമത്തെ വചനം മിൻ ശർരി മാ ഖലഖ്, അല്ലാഹു സൃഷ്ടിച്ചവയുടെ ആപത്തിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് അഭയം തേടുകയാണ്. ആ വചനമാണ് നമ്മളുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട വചനം. ഒന്നുകൂടെ അർത്ഥം പറയാം. മിൻ ശർരി മാ ഖലഖ്, അല്ലാഹു സൃഷ്ടിച്ചവയുടെ ആപത്തിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് ഈ പ്രഭാത വേളയിൽ ഞാൻ അഭയം തേടുകയാണ്. അവിടെ മുഫസ്സിറുകളായ ആളുകൾ വിശദീകരിച്ചത് വായു, വെള്ളം, തീ, ഭക്ഷണം, ജീവജാലങ്ങൾ, മനുഷ്യൻ, അതേപോലെ ജിന്ന്, ഇവയെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അവയിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് അഭയം തേടണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവയെല്ലാം നമുക്ക് അനുവദിക്കുകയാണ്. എന്നാൽ ആ അനുവദിച്ചതിൽ തന്നെ അപകടങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. മനുഷ്യന്മാര് ചിലപ്പോ അപകടകാരികളായിട്ട് മാറാം. ജീവജാലങ്ങള്, അതേപോലെ തന്നെ വായു, ഭക്ഷണം, പെട്രോൾ നമുക്കറിയാം. നമ്മളൊക്കെ വാർത്തയിൽ കണ്ടതാണ്. സത്യാവസ്ഥ എന്താണെന്നറിയില്ല. ഭക്ഷണം കഴിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളുണ്ടായ വാർത്ത. അപ്പൊ ഭക്ഷണത്തിൽ വരെ പ്രയാസങ്ങളുണ്ട്. പ്രഭാത വേളയിൽ ഈ പ്രാർത്ഥനയുമായിട്ടാണ് അയാൾ ആരംഭിക്കേണ്ടത്. അള്ളാഹു എന്തെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ടോ അതിൽ നന്മയുണ്ട്, അതേപോലെ തന്നെ അപകടങ്ങളുമുണ്ട്. അതുകൊണ്ട് ഈ ആയത്ത് നമ്മുടെ ജീവിതത്തെ ഏറെ സ്വാധീനിക്കേണ്ടതാണ് എന്ന് ഖുർആനിൽ കാണാൻ കഴിയും. ഇനി ഇമാം റാസി റഹിമഹുല്ലാ ആ ആയത്തിനെ വിശദീകരിച്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മിൻ ശർരി മാ ഖലഖ എന്ന ആയത്ത് എങ്ങനെയാണ് പ്രയോജനമാകുന്നത്? ഒന്ന്, അവിശ്വാസത്തിൽ നിന്ന് രക്ഷ തേടണം. രണ്ട്, കപട വിശ്വാസത്തിൽ രക്ഷ തേടണം. മൂന്ന്, ദാരിദ്ര്യത്തിൽ രക്ഷ തേടണം. നാല്, അപമാനത്തിൽ നിന്ന് രക്ഷ തേടണം. അഞ്ച്, ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് രക്ഷ തേടണം. ആറ്, അള്ളാഹു സ്വീകരിക്കാത്ത കർമ്മങ്ങളിൽ നിന്ന് രക്ഷ തേടണം. ഏഴ്, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്ന് രക്ഷ തേടണം. എട്ട്, തഖ്വയില്ലാത്ത ഹൃദയത്തിൽ നിന്ന് രക്ഷ തേടണം. ഒൻപത്, നമ്മെ ബാധിക്കുന്ന ദുർബലതയിൽ നിന്ന് രക്ഷ തേടണം. 10, സാമ്പത്തികമായ പിശുക്കിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടണം. 11-ാമത്തേത് മടിയിൽ നിന്ന് രക്ഷ തേടണം. 12-ാമത്തേത് അലസതയിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടണം. 13-ാമത്തേത് ഭീരുത്വത്തിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടണം. 14-ാമത്തേത് വാർദ്ധക്യ സഹജമായ രോഗങ്ങള്, കിടന്നു പോകുന്ന രോഗങ്ങള്, ആരും നോക്കാനില്ലാത്ത അവസ്ഥയിൽ നിന്ന് റബ്ബിനോട് അഭയം തേടണം. മിൻ ശർരി മാ ഖലഖ് ഖുർആൻ പഠിപ്പിക്കുന്നതാണ്. എനിക്ക് വാർദ്ധക്യം എത്തിയാൽ ഞാൻ കിടന്നു പോകുന്ന അവസ്ഥ പടച്ചവനെ കിടത്തിക്കളയല്ലേ. മിൻ ശർരി മാ ഖലഖ്, അങ്ങനെ കിടന്നുപോയാൽ വെള്ളം തരാൻ ആരുമില്ലാത്ത അവസ്ഥ, എന്നെ നോക്കാൻ ആരുമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കൽ പടച്ചവനെ. മിൻ ശർരി മാ ഖലഖ, അതിൽ നിന്ന് നീ അഭയം തേടണം. ആയത്ത് മനസ്സിലായി? കഴിഞ്ഞില്ല. വീണ്ടും ഇമാം റാസി റഹിമഹുല്ലാഹ് പറയുന്നു, മനുഷ്യർക്കുണ്ടാകുന്ന ദുഃഖത്തിൽ നിന്ന് മിൻ ശർരി മാ ഖലഖ അഭയം തേടണം. അതേപോലെ മനുഷ്യർക്കുള്ള വ്യസനത്തിൽ നിന്ന് മിൻ ശർരി മാ ഖലഖ അല്ലാഹുവിനോട് അഭയം തേടണം. പിന്നെയും തീർന്നില്ല. കച്ചവടക്കാരനാണ്,
കച്ചവടം ചെയ്യുന്ന മനുഷ്യനാണ്. അല്ലാഹു തആല ധാരാളം സമ്പത്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ ഉണ്ടാകാം. നമ്മുടെ വളർച്ചയിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമുക്ക് അല്ലാഹു തആല തന്ന സമ്പത്തിൽ ശത്രുക്കൾ സന്തോഷിക്കാൻ പാടില്ല. മിൻ ശർരി മാ ഖലഖ, എന്റെ ജീവിതത്തിൽ പടച്ചവനെ ഒരു ശത്രുവും സന്തോഷിക്കാൻ പാടില്ല, ശത്രു ഉണ്ടാകാനും പാടില്ല. മിൻ ശർരി മാ ഖലഖ. കണ്ടോ, ഈ ചെറിയ ആയത്താ, പക്ഷെ എവിടെ വരെ എത്തി? വീണ്ടും ഇമാം റാസി റഹിമഹുല്ലാഹ് പറയുന്നു, ധനം കൊണ്ടുള്ള ആപത്ത്, രോഗങ്ങള്, അപകടങ്ങള്, പ്രയാസങ്ങള്. നമുക്ക് രോഗം വന്നാൽ വേണ്ട, നമ്മുടെ മക്കള് വാഹനവുമായി പുറത്തുപോയി ഒന്ന് തട്ടിയാ മതി, പടച്ചവൻ കാക്കട്ടെ. എത്ര പൈസയാണ് ചെലവാകുന്നത്? ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാണ് സാമ്പത്തികമായ പ്രയാസം. അതുകൊണ്ട് പറഞ്ഞു, മിൻ ശർരി മാ ഖലഖ, ധനം കൊണ്ടുള്ള ആപത്തിൽ നിന്ന് ഈ പ്രഭാത വേളയിൽ എന്നെ നീ കാക്കണ പടച്ചവനെ. അതുപോലെ തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് തന്നെ നീ കാക്കണം. ജീവിതത്തിലെ വഞ്ചനയിൽ നിന്ന് എനിക്ക് നീ അഭയം തരണം, ചതിയിൽ നിന്ന് അഭയം തരണം. ഞങ്ങൾ 3 പേരാ കച്ചവടം ചെയ്യുന്നത്, വർഷങ്ങളായി. മനുഷ്യനാണ്, പല ചിന്തയുണ്ടാകും. പടച്ചവനെ, അവനെന്റെ കൂടപ്പുറപ്പാണ്, അവനിൽ നിന്ന് എനിക്ക് ചതി ഉണ്ടാകരുത്. മിൻ ശർരി മാ ഖലഖ, പടച്ചവനെ എന്റെ മനസ്സിൽ വഞ്ചന ഉണ്ടാകരുത്. മിൻ ശർരി മാ ഖലഖ, ഞങ്ങളെ നീ കാക്കണം. ഒരായത്ത് പോയി പോക്ക് നോക്കണേ, നമ്മൾ വെറുതെ ഓതി വിടുകയാ. ഒക്കെ ഇതിനകത്ത് വരും ഈ പ്രാർത്ഥനയിൽ. കഴിഞ്ഞില്ല, അല്ലാഹുവേ എനിക്ക് നീ സമ്പത്ത് തന്നിട്ടുണ്ട്, എന്റെ അയൽവാസിക്കും കൊടുത്തിട്ടുണ്ട്, എന്റെ അനുജനും കൊടുത്തിട്ടുണ്ട്, എന്റെ ചേട്ടനും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവന്റെ സ്വത്ത് കാണുമ്പോ, അവന്റെ വീട് കാണുമ്പോ, അവന്റെ മക്കളെ കാണുമ്പോ, അവന്റെ കട കാണുമ്പോ എന്റെ മനസ്സിൽ അസൂയ ഉണ്ടാക്കല പടച്ചവനെ. മിൻ ശർരി മാ ഖലഖ, മറ്റുള്ളവരോടുള്ള അസൂയയിൽ നിന്ന് എന്നെ നീ കാക്കണേ റഹ്മാനേ. മിൻ ശർരി മാ ഖലഖ. ഏറ്റവും അവസാനമായി കണ്ണീരിൽ നിന്ന് എന്നെ നീ കാക്കണേ റഹ്മാനേ. ജീവിത പരീക്ഷണങ്ങളിൽ നിന്ന് എന്നെ നീ കാക്കണേ. അതുകൊണ്ട് ഈ ആയത്ത് ഓതുമ്പോ മനസ്സിലുണ്ടാവണം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഞാൻ ദുആ ചെയ്യുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ പുലരിയെ സംവിധാനിച്ച, ഈ ആകാശങ്ങളെ സംവിധാനിച്ച, ഈ പ്രഭാതത്തെ സംവിധാനിച്ച ഏകനായ റബ്ബിനോട് മാത്രമാണ്. മിൻ ശർരി മാ ഖലഖ, അവൻ സൃഷ്ടിച്ച എന്തെല്ലാം ഉണ്ടോ അതിൽ നിന്ന് അഭയം തേടാൻ, രക്ഷ തേടാൻ, കാവായി തേടാൻ എന്റെ റഹ്മാനായ റബ്ബല്ലാതെ വേറെ ആരുമില്ല. അതാണ് ആയത്ത്. ഇനി 3-ാമത്തെ ആയത്ത്, വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. ഇരുട്ടിയ രാത്രി മൂടി വരുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ, പകലിനേക്കാൾ കൂടുതൽ രാത്രിയാണ് അപകടം. അതുകൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, രാത്രിയുള്ള സഞ്ചാരം അപകടങ്ങളാണ്, രാത്രിയുള്ള സഞ്ചാരങ്ങൾ വേണ്ട എന്ന് പ്രവാചകൻ പറഞ്ഞു. അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇശാഇന്റെ ജമാഅത്ത് കഴിഞ്ഞാൽ പപ്പയും ഉമ്മയും കുടുംബക്കാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അവിടെ നമ്മുടെ മകൻ ഉണ്ടാവണം. പാതിരാത്രിയിൽ മകൻ കറങ്ങാൻ അനുവദിക്കരുത്. ഇരുട്ടിയ രാത്രി ഉണ്ടാകുമ്പോ മനുഷ്യന്റെ അപകടങ്ങളുണ്ട്, ശൈത്വാൻ അപകടങ്ങളുണ്ട്, മറ്റുള്ള പല അപകടങ്ങളുമുണ്ട്. ഇന്ന് ലഹരിയുമായി ബന്ധപ്പെട്ട അപകടങ്ങളുണ്ട്. പടച്ചവനെ കാക്കണേ എന്ന ദുആയാണ് സൂറത്തുൽ ഫലഖ്. 4-ാമത്തേത് ഞാൻ പറഞ്ഞു പോകുകയാണ്, വിശദീകരിക്കുകയല്ല. കെട്ടുകളിൽ ഓതുന്നവരുടെ ആപത്തിൽ നിന്ന് എന്നെ നീ കാക്കണേ റഹ്മാനെ. എനിക്ക് രോഗം വന്നാൽ ഒരു നൂലും മന്ത്രിച്ച് കെട്ടണ്ട. എനിക്ക് പ്രയാസങ്ങൾ വന്നാൽ ഒരു മന്ത്രവാദിയും സമീപിക്കണ്ട. ഇസ്ലാം മന്ത്രം പറഞ്ഞിട്ടുണ്ട്, ആ മന്ത്രങ്ങൾ ദുആയാണ്.
ആ മന്ത്രങ്ങൾ പ്രാർത്ഥനയാണ്. ഇസ്ലാമിൽ മന്ത്രമുണ്ട്, ഇസ്ലാമിൽ പ്രാർത്ഥനയുണ്ട്, ഇസ്ലാമിൽ ദിക്റുണ്ട്, ദുആകളുണ്ട്. അത് ഞാൻ തന്നെ ചൊല്ലേണ്ടതാണ്, ഞാൻ തന്നെ ഓതേണ്ടതാണ്, ഞാൻ തന്നെ മന്ത്രിക്കേണ്ടതാണ്. അതാണ് ഇസ്ലാം. അതുമായി ബന്ധപ്പെട്ട് ഒരു പുരോഹിതനെയും സമീപിക്കണ്ട. നമ്മുടെ വിശ്വാസങ്ങളെയും സമ്പത്തിനെയും അവര് ചൂഷണം ചെയ്യുകയാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സൂറത്തുൽ ഫലഖിലെ 4-ാമത്തെ ആയത്താണ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ. കെട്ടുകളിൽ പറഞ്ഞു തരാം. കറുത്ത നൂലെടുക്കുക. ആ കറുത്ത നൂലിന് 7 കെട്ടുണ്ടാകും. അത് വെറുതെ കെട്ടുന്നതല്ല, നമ്മുടെയൊക്കെ വിശ്വാസങ്ങളെ ചൂഷണം ചെയ്യുന്ന കെട്ടാണത്. ഒരു മുസ്ലിമായ മനുഷ്യൻ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യാതെ, റബ്ബിനോട് പ്രാർത്ഥിക്കാതെ, ഇസ്ലാം പഠിപ്പിച്ച മര്യാദ എന്താണ്? രോഗം വന്നാൽ ആ രോഗം കണ്ടെത്തണം. ആ രോഗവുമായി ബന്ധപ്പെട്ട ഡോക്ടറെ സമീപിക്കണം. ആ ഡോക്ടർ നിർദ്ദേശങ്ങൾ പാലിക്കണം. കൃത്യമായ മരുന്ന് കഴിക്കണം, കൃത്യമായി വെള്ളം കുടിക്കണം. ഇസ്ലാമിന്റെ നിയമമാണ്. അയാൾ കൃത്യമായി വിശ്രമിക്കണം. എന്നിട്ടോ അയാൾ ക്ഷമിക്കണം, അയാൾ ദുആ ചെയ്യണം, അയാൾ തവക്കുൽ ചെയ്യണം. അതാണ് ഇസ്ലാം. അല്ലാതെ ആരെങ്കിലും സമീപിച്ച വെള്ളം മന്ത്രിച്ചു കുടിച്ചാൽ ഒരിക്കലും രോഗം മാറില്ല. നൂല് മന്ത്രിച്ച് കെട്ടിയാൽ രോഗം മാറില്ല. കുട്ടിക്ക് 4 വയസ്സാണ് ഉസ്താദേ, രാത്രി വല്ലാത്ത കരച്ചിലാണ്. ഒന്നെങ്കിൽ വയറ് വിശന്നിട്ടാവാം, അതല്ലെങ്കിൽ പേടി കൊണ്ടാവാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, നീ അവന് സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും സൂറത്തുൽ ഇഖ്ലാസും ഫാത്തിഹയും ഓതി കൊടുക്കുക. ആ ഖുർആൻ പിശാചിന്റെ രക്ഷയാണ് എന്ന ഹദീസിൽ കാണാം. അല്ലാതെ പിറ്റേന്ന് രാവിലെ 500 രൂപയുമായി ഏതെങ്കിലും പുരോഹിതനെ കണ്ട അയാൾ 7 കെട്ടിയ കറുത്ത നൂല് ആ കൊച്ചിന്റെ കയ്യിലോ വേറെ എവിടെയെങ്കിലും കെട്ടിയാൽ അതിന്റെ കരച്ചിൽ മാറില്ല. അതാണ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ. കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവരുടെ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് അഭയം തേടുകയാണ്. ഇസ്ലാമിക വീക്ഷണത്തിൽ മന്ത്രവാദം, അതുമായി ബന്ധപ്പെട്ട ചികിത്സകൾ, പിഞ്ഞാണി എഴുത്തും അതേപോലെ മുട്ടയിൽ എഴുത്തും തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ അത് ഇസ്ലാമികമല്ല. അതേപോലെ തന്നെ അറബി മാന്ത്രികം ഇസ്ലാമികമല്ല. തൽസമാത്തുകാർ ഇസ്ലാമികമല്ല. എന്താ തൽസമാത്ത്? എന്താ തൽസമാത്ത്? പേപ്പറിൽ കളം വരച്ചിട്ട് അറബി അക്കങ്ങൾ എഴുതുന്നതിന് തൽസമാത്ത് എന്ന് പറയുന്നത്. പേപ്പറിൽ കളം വരക്കും, ഒരേപോലത്തെ കളം, അതിന്റെ വീതിയും നീളവും ഒരേ രൂപത്തിലായിരിക്കണം. എന്നിട്ടതിൽ ഖുർആനായത്തിൽ നിന്നുള്ള അക്ഷരങ്ങൾ എഴുതും, അക്കങ്ങൾ എഴുതും. ആ അങ്ങനെയുള്ള ചികിത്സകൾക്കാണ് തൽസമാത്ത് എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും ഏലസിലേക്കോ വേറെ എവിടെയെങ്കിലും കുപ്പിയിലേക്കോ നിക്ഷേപിച്ചുകൊണ്ട് അത് സ്ഥാപിക്കാൻ ആവശ്യപ്പെടുക അത് ഇസ്ലാമികമല്ല. അതേപോലെ തന്നെ അസ്മാഇന്റെ പണിക്കാർ, അത് ഇതെല്ലാം പുരോഹിത വർഗത്തിന്റെ വിഭാഗങ്ങളാണ്. വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ. രോഗം മാറാൻ ദുആ ചെയ്യേണ്ടത് അല്ലാഹുവിനോടാണ്. ആഗ്രഹങ്ങൾ മാറാൻ ദുആ ചെയ്യേണ്ടത് അല്ലാഹുവിനോടാണ്, അതല്ലാതെ മറ്റാരോടുമല്ല എന്ന് പ്രവാചക ഹദീസുകളും ഖുർആനും കാണാൻ കഴിയും. മാത്രമല്ല ഇത്തരത്തിലുള്ള ആളുകൾ മന്ത്രങ്ങളെ തന്ത്രങ്ങളായി ജീവിക്കുന്നവരാണ്. എന്നാൽ ഇസ്ലാമിൽ മന്ത്രങ്ങളുണ്ട്, ഇസ്ലാമിൽ കീർത്തനങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കപ്പെട്ട ദുആകളും മന്ത്രങ്ങളാണ്, കീർത്തനങ്ങളും മന്ത്രങ്ങളാണ്. ഒരൊറ്റ ഉദാഹരണം പറയാം. രാത്രി കിടക്കുന്ന സമയം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പല്ല് തേക്കണം. പ്രവാചകന്റെ സുന്നത്താണ്. എന്നിട്ട് നിങ്ങൾ വുളൂ ചെയ്യണം.
ഒളൂ ചെയ്ത് കിടക്കുന്ന ഒരു മനുഷ്യനെ പിശാച് ഭയപ്പെടുത്തൂല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, സൂറത്തുൽ ഫലഖ് ഓതണം, സൂറത്തുൽ നാസ് ഓതണം, ആയത്തുൽ കുർസി ഓതണം, ആമന റസൂൽ ഓതണം. മന്ത്രമാണത്. ഒന്നുകൂടി ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതണം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതണം, ആയത്തുൽ കുർസി ഓതണം, ആമന റസൂൽ ഓതണം. അത് മന്ത്രമാണ്. ഖുർആൻ പറഞ്ഞ, ഹദീസ് പറഞ്ഞ ഹലാലായ അനുവദനീയ മന്ത്രമാണ്. എന്നിട്ടോ അത് ഓതിയിട്ട് നിങ്ങൾ കയ്യിലേക്ക് ഊതണം. നിങ്ങൾ കയ്യിലേക്ക് ഊതണം. എന്നിട്ട് തല മുതൽ കാൽപാദം വരെ 3 തവണ തടവണം. നിങ്ങൾ അനുവദനീയമാണ്. ആരുടെയും സഹായം വേണ്ട. തളർന്നു കിടക്കുന്ന ആൾക്ക് മക്കൾ ചെയ്തു കൊടുക്കാം. അതേപോലെ തന്നെ കൊച്ചുകുട്ടികൾക്ക് മാതാപിതാക്കൾ ചെയ്തു കൊടുക്കാം. ഇത് അനുവദനീയമായ ഖുർആൻ പറഞ്ഞ പ്രവാചകന്റെ ഹദീസിൽ വന്ന മന്ത്രങ്ങളാണ്. അത് അനുവദനീയമാണ്. നന്നായി പഠിച്ചോ. ഇസ്ലാമികമല്ലാത്ത ഖുർആൻ പഠിപ്പിക്കാത്ത പ്രവാചകന്റെ ഹദീസിൽ വന്നിട്ടില്ലാത്ത ഒരു മന്ത്രതന്ത്രങ്ങളും മന്ത്രവാദങ്ങളും അടിച്ചുകൊണ്ടുള്ള ചികിത്സയും അതേപോലെ മറ്റുള്ളതെല്ലാം ഹറാമാണ്. അത് ശിർക്കുമായി ബന്ധപ്പെട്ടതാണ്. അവിടേക്ക് പോയി വിശ്വാസത്തെയും നമ്മുടെ സമ്പത്തിനെയും നഷ്ടപ്പെടുത്താതിരിക്കുക. 5-ാമത്തെ ആയത്ത്, അസൂയക്കാരൻ അസൂയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആപത്തിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. ഒന്നുകൂടി 5-ാമത്തെ വചനം, അസൂയക്കാരൻ അസൂയപ്പെടുമ്പോ ഉണ്ടാകുന്ന ആപത്ത്. അതെന്താ? ഒന്നുകൂടി, അസൂയക്കാരൻ അസൂയപ്പെടുമ്പോ ഉണ്ടാകുന്ന ആപത്ത്. നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങളെ തന്ന് അതിലൂടെ ഇങ്ങനെ ജീവിക്കുമ്പോ അത് കണ്ട് അസൂയ തോന്നുന്ന ആൾക്കാര് നമ്മളെ കുറിച്ച്, നമ്മുടെ കച്ചവടത്തെ കുറിച്ച്, നമ്മുടെ ജീവിതത്തെ കുറിച്ച്, നമ്മുടെ വാഹനത്തെ കുറിച്ച്, നമ്മുടെ വീടിനെ കുറിച്ച്, നമ്മുടെ മക്കളെ കുറിച്ച്, നമ്മുടെ വീട്ടിലേക്ക് വന്ന മരുമകളെ കുറിച്ച് ആളുകൾ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കും. അവൻ ഗൾഫിലായിരുന്നു, ഇപ്പതാ വന്നതാ. എങ്ങനെ ഉണ്ടാക്കിയെന്നറിയാമോ? ഊഹമാണ്. അതാണ് അസൂയക്കാരൻ അസൂയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവന്റെ നാവിന്റെ ആപത്തിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് അഭയം തേടുകയാണ്. പ്രവാചകനോട് ചോദിച്ചു, നബിയെ എന്താണ് അസൂയ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറ്റുള്ളവർക്ക് അല്ലാഹുവിൽ നിന്നും ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ അതൃപ്തിയാണ്, കണ്ണുകടിയാണ് അസൂയ. ഒരാൾക്കൊരു വീടുണ്ടായാൽ അസൂയ ഉണ്ടാകുക. അയാളുടെ മക്കൾ പഠിച്ച് ഡോക്ടറായി, എന്റെ മകനും അവന്റെ കൂടെ പഠിച്ചതാ. നല്ലൊരു വാഹനം വാങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരാൾക്ക് നൽകിയ, ഒന്ന് വിചാരിക്കണം, ഈ പ്രദേശത്തുള്ള 1000 ആളുകൾ, ഈ പ്രദേശത്തുള്ള 1000 ആളുകൾ ആരെങ്കിലും അസൂയ വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നൽകിയ വീടോ, ഒരാൾക്ക് നൽകിയ സമ്പത്തോ, ഒരാൾക്ക് നൽകിയ കച്ചവടങ്ങളോ, അയാളെ മക്കളുടെ അനുഗ്രഹങ്ങളോ നീക്കാൻ കഴിയില്ല. നമ്മളാ നശിക്കുന്നത്. മറ്റുള്ളവർക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ അതൃപ്തിയാണ് അസൂയ. അത് നമ്മളെയാണ് നശിപ്പിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വൽ ഹസദ, നിങ്ങൾ അസൂയയെ സൂക്ഷിക്കണം. ഫഇന്നൽ ഹസദ, തീർച്ചയായും അസൂയ എന്നത് യഅകുലുൽ ഹസനാത്ത്, ഞാൻ അസൂയ വെച്ചാ എന്റെ നമസ്കാരം നശിക്കും, ഞാൻ അസൂയ വെച്ചാ എന്റെ നോമ്പ് നശിക്കും,
ഞാൻ അസൂയ വെച്ചാൽ എന്റെ ഹജ്ജ് ഇല്ലാണ്ടാകും, ഞാൻ അസൂയ വെച്ചാൽ എന്റെ ഉംറ ഇല്ലാണ്ടാകും, ഞാൻ അസൂയ വെച്ചാൽ എന്റെ ഖുർആൻ പാരായണം നശിക്കും, ഞാൻ അസൂയ വെച്ചാൽ എന്റെ സ്വതക്ക ഇല്ലാണ്ടാകും, ഞാൻ അസൂയ വെച്ചാൽ എന്റെ കർമ്മങ്ങളെല്ലാം നശിക്കും. എങ്ങനെ? കമാ തഅകുലുൻ നാറ വൽ ഹതബ, കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് ഒരാൾ വിറകിട്ട് കൊടുത്താൽ ആ വിറക് എങ്ങനെയാണോ ചാരമാകുന്നത് അതുപോലെ എന്റെ അമല് നശിക്കും, അയാൾക്കൊന്നും സംഭവിക്കില്ല. എല്ലാ ദിവസവും ഓതണം. നമ്മുടെ മനസ്സിൽ ഒരാളെ കുറിച്ചും അസൂയ ഉണ്ടാവരുത്. എന്താ പരിഹാരം? അസൂയ ഇല്ലാതിരിക്കാൻ എന്താ പരിഹാരം? എന്താ? മറ്റൊരാൾക്ക് ലഭിച്ച അനുഗ്രഹം കാണുമ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ മതി, അസൂയ തോന്നില്ല. പുതിയ വണ്ടിയ അൽഹംദുലില്ലാഹ്, കാറ് പുതിയത് അൽഹംദുലില്ലാഹ്, മോന ആ ഡോക്ടർ അൽഹംദുലില്ലാഹ്, ഇത് മരുമകള അൽഹംദുലില്ലാഹ്, ആ വീട് മകളൊക്കെ കെട്ടിയല്ലേ അൽഹംദുലില്ലാഹ്, നീ തുടങ്ങാൻ പോണ കടയാണ് അത് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു നോക്കിക്കേ. മറ്റുള്ളവർ അനുഗ്രഹങ്ങളെ അൽഹംദുലില്ലാഹ് പറഞ്ഞു നോക്കുക, അസൂയ ഉണ്ടാകൂല്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രണ്ടാമത്തേത്, അല്ലാഹു നമുക്ക് നൽകിയതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കണം. അല്ലാഹു നമുക്ക് എന്താണോ തന്നിട്ടുള്ളത് അതിൽ തൃപ്തിപ്പെടാൻ തയ്യാറായാൽ അസൂയ ഉണ്ടാകില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ സൂറത്തുൽ ഫലഖ് നന്നായി ഹൃദയത്തിൽ തട്ടി അത് ഓതണം. ആ സൂറത്തിൽ നിന്നുള്ള ഗുണപാഠം എപ്പോഴും ഏത് സമയത്തും അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. രണ്ടാമത്തെ ഗുണപാഠം ഇസ്ലാമിക മന്ത്രവാദം, മന്ത്രതന്ത്രങ്ങൾ, അറബി മാന്ത്രികം, ഹറാമായ ചികിത്സ, ശിർക്കുമായി ബന്ധപ്പെട്ട ചികിത്സ, കുഫറുമായി ബന്ധപ്പെട്ട ചികിത്സ, അതൊന്നും ഇസ്ലാമികമല്ല. അതിലേക്ക് ഒരാൾ പോയാൽ അയാളുടെ ഈമാൻ നശിക്കാൻ കാരണമായി തീരും. മൂന്നാമത്തെ ഗുണപാഠം അസൂയ സർവ്വതും നശിപ്പിക്കുന്നതാണ്. നാലാമത്തെ ഗുണപാഠം ഇന്നു മുതൽ സുബ്ഹി നിസ്കാരത്തിന് ശേഷവും മഗ്രിബിന് ശേഷവും ഖുൽ ഹുവല്ലാഹു അഹദ് 3 പ്രാവശ്യം ഓതണം. സൂറത്തുൽ ഫലഖ് 3 പ്രാവശ്യം ഓതണം. സൂറത്തുൻ നാസ് 3 പ്രാവശ്യം ഓതണം. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅസ്തഅഫീഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. إن الحمد لله أصلي وأسلم على رسول الأنبياء والمرسلين والعاقبة للمتقين ولا عدوان إلا على الظالمين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. വിശ്വാസികളായ നാം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ പാലിക്കേണ്ട 2 മര്യാദകൾ പഠിപ്പിക്കുകയാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നിവേദനം, ഖാല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഹദർതുൽ മരീള, രോഗിയുടെ സമീപത്ത് നീ എത്തിക്കഴിഞ്ഞാൽ, അവിൽ മയ്യത്ത, ഒരു മരണവീട്ടിലേക്ക് നീ എത്തിക്കഴിഞ്ഞാൽ, ഫഖൂലു ഖൈറ, നല്ലത് മാത്രമേ പറയാവൂ. ആ രോഗിയെ കുറിച്ച് നീ വേണ്ടാത്ത വർത്തമാനം പറയരുത്. ആ രോഗിയുടെ രോഗാവസ്ഥ അയാൾ കേൾക്കൽ പറഞ്ഞ് അയാളെ വിഷമിപ്പിക്കരുത്. കൂട്ടം കൂടി നിന്ന് വേണ്ടാത്ത വർത്തമാനം പറയരുത്. പോയത് പുരാണം പറയാനല്ല, രോഗിയെ കാണാനാണ്. ഇനി രോഗിയെ കാണാൻ പറ്റാത്ത രോഗികളാണെങ്കിൽ പോകാതിരിക്കുക, വിളിച്ചന്വേഷിക്കുക. ദൂരെ നിന്ന് കാണാമോ, കൈ കാണിക്കുക, പ്രയാസപ്പെടുത്താതിരിക്കുക.
ഡോക്ടർ പറഞ്ഞു, നിർദ്ദേശമുണ്ട്, പാലിക്കണം. അധികം സംസാരിക്കാൻ പാടില്ല, സംസാരിക്കരുത്. ഇസ്ലാമിന്റെ മര്യാദയാണത്. ഇദാ ഹദർതുമുൽ മരീള, നീ രോഗിയുടെ സമീപത്തേക്ക് എത്തിയാൽ വഖൂലു ഖൈറ, എന്താ പറയാനുള്ളത്? അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹബിൽ ബഅസ അല്ലാഹുമ്മ ഇശ്ഫി അൻത ശാഫി. വേണ്ട, മലയാളത്തിൽ പറഞ്ഞോ, അല്ലാഹു നിങ്ങൾക്ക് ശിഫ നൽകട്ടെ. കഴിഞ്ഞു, അതിനപ്പുറത്തേക്ക് എന്തില്ല. 2, ഒരു മരണവീട്ടിലേക്ക് എത്തിയാൽ ആ മരിച്ചയാൾ എങ്ങനെയോ ജീവിച്ചോട്ടോ, നീ കുറ്റം പറയരുത്. ആ മരണപ്പെട്ടയാളെ ഏത് രൂപത്തിലോ ജീവിച്ചോട്ടെ, അയാളും പടച്ചവനും തമ്മിലായി. ഇനി അയാളെ ഖബറിലേക്ക് എത്തിയാൽ നീയല്ല, അയാളും റബ്ബും തമ്മില കരാറ്. അതുകൊണ്ട് അവിടെ മയ്യത്ത് കണ്ട് അങ്ങോട്ട് കൂട്ടം കൂടി നിന്നിട്ട് വേണ്ടാത്ത വർത്തമാനം പറയരുത്. മക്കളുണ്ടെങ്കിൽ ഒരു തോളി തട്ടണം. അല്ലാഹു തആല വാപ്പാക്ക് പുറത്തു കൊടുക്കട്ടെ. ഒന്ന് തോളി തട്ടണം, ഒന്ന് കെട്ടിപ്പിടിക്കണം. അല്ലാഹു തആല ഉമ്മാക്ക് പുറത്തു കൊടുക്കട്ടെ. ഭാര്യ മരിച്ചത് ഭർത്താവിന് ചേർത്ത് പിടിക്കണം, അതാ നമ്മുടെ കടമ. ഒന്ന് ചേർത്ത് പിടിക്കണം. വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട. ജീവിതം എല്ലാവർക്കും ഉള്ളതല്ലേ, പരീക്ഷണങ്ങൾ വരൂല്ലേ. അല്ലാഹു ഹൈറ് നൽകട്ടെ. സങ്കടപ്പെടേണ്ട, ദുആ ചെയ്യണം എന്ന് പറയാൻ കഴിയണം. വഖൂലു ഖൈറ, ഒരു മരണവീട്ടിലേക്ക് എത്തിയാൽ നല്ലത് മാത്രമേ പറയാവൂ, വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയരുത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രോഗിയുടെ അടുക്കലും മയ്യത്തിന്റെ അടുക്കലും മലാഖമാരുണ്ട് കേട്ടോ, മലക്കുകളുണ്ട്. ഫഇന്നൽ മലായികത, അവരുടെ മുമ്പിൽ വെച്ച് നീ പറയുന്ന വർത്തമാനത്തിന് യുഅമ്മിനൂന അലാ മാ തഖൂലു, അവർ ആമീൻ പറയും. അതുകൊണ്ട് മരണം കാണുമ്പോ അല്ലാഹു ഗഫൂർ ലഹു വർഹംഹു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അല്ലാഹു കരുണ കാണിക്കട്ടെ, അല്ലാഹു ഖബർ വിശാലമാക്കട്ടെ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പറഞ്ഞാൽ പോരെ? ഒരു രോഗിയാണെങ്കിൽ അല്ലാഹു ശിഫ കൊടുക്കട്ടെ, അല്ലാഹു ആരോഗ്യം കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, കഴിക്കുന്ന മരുന്ന് ഉപകാരപ്പെടട്ടെ, പ്രയാസങ്ങൾ മാറ്റട്ടെ, വിഷമങ്ങൾ മാറ്റട്ടെ എന്ന് ദുആ ചെയ്താൽ പോരെ? ഈ മര്യാദ പാലിക്കണം. ഈ മര്യാദ പാലിക്കാൻ കഴിയില്ല എങ്കിൽ രോഗികളെ സന്ദർശിക്കാൻ പോകരുത്, മരണവീട്ടിലേക്ക് പോകരുത്. ആ മയ്യത്തിനും ആ രോഗിക്കും മലക്കുകൾക്കും പണിയുണ്ടാക്കരുത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പള്ളി പരിപാലനം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. റഹ്മാനും റഹീമുമായ റബ്ബ് നമ്മൾ ചെയ്യുന്ന എല്ലാ സ്വതക്കകളും അവൻ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും ഖബറിലാണ്. അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അവർക്ക് നീ പരിപൂർണമായ ശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. ഞങ്ങൾ വാഹനത്തിലും അല്ലാതെയും സഞ്ചരിക്കുന്നവരാണ്, അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്, ആപത്തുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്, പ്രയാസങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്, കടം വരുന്ന നഷ്ടം വരുന്ന കച്ചവടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. നിങ്ങളുടെ മയ്യത്ത് നീ കടമുള്ള മയ്യത്താക്കല്ല റഹ്മാനെ. പടച്ചവനെ, വാർദ്ധക്യമായി അല്ലാത്ത അവസ്ഥയിലും കിടന്നു പോകുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഇസ്സത്തോടെ അഭിമാനത്തോടെ ആരുടെ മുമ്പിൽ കൈനീട്ടാതെ തലകുലിക്കാതെ ജീവിക്കാൻ മരണം വരെ തൗഫീഖ് നൽകണേ റഹ്മാനെ. നിന്റെ പള്ളികളെ സഹായിക്കുന്നവരെ നീയും സഹായിക്കണേ റഹ്മാനെ. തൗഹീദിന്റെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരെ നീയും സഹായിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. أقم الصلاة.